ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ കൂരിയാട് കഴിഞ്ഞ് കക്കട് പനമ്പുയ പാലത്തിൻ്റെ വിടുന്ന് കോയിച്ചന ഓവർപാസ് വരെയുള്ളൊരു വീഡിയോ ആണ്. ഈ റീച്ചിൽ 6 പാലങ്ങളാണ് വരുന്നത്. 3 അണ്ടർപാസും 2 ഓവർപാസും ഒന്ന് ഈ പുഴയ്ക്ക് കുറുകെ വരുന്ന പാലവും. അങ്ങനെ 6 പാലത്തിൻ്റെ അവസാനഘട്ട ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 6 വരിയുടെ ഫൈനൽ വർക്കുകളും എത്രത്തോളമാണ് കോയിച്ചന വരെ ആയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കൂരിയാട് കക്കട് പനമ്പുയ പാലത്തിൻ്റെ പുഴയുടെ ഇരുവശവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴപ്പോൾ വളരെ കുറവാട്ടോ. അതുകൊണ്ട് തന്നെ റോഡ് പണികളൊക്കെ ടാറിങ്ങും മറ്റു റോഡുമായി ബന്ധപ്പെട്ട പാടത്തൊക്കെ കൂരിയാട് പാടം ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കാണാം വെള്ളം നല്ല കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഇവിടെ ഇപ്പോഴും ഒരു മാറ്റമല്ല കേട്ടോ. ഇനി ചിലപ്പോൾ മഴയൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ കാലാവസ്ഥ ഇത്തരം വർക്കുകളൊക്കെ വളരെ അനുകൂലമായതുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ വർക്കുകൾ നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുക. ഒരു 50 മീറ്ററോളം ഇങ്ങോട്ട് മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷേ ഒരു 5 മീറ്റർ ഹൈറ്റിൽ. അതുപോലെ ഈ ഭാഗത്തൊക്കെ ഒരു തെങ്ങൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇതിൽ വന്നപ്പോൾ. അപ്പോൾ അതൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. ഏതായാലും പെട്ടെന്ന് അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് മതിൽ കെട്ടി ആ ഭാഗം ഉഷാറാക്കുമെന്ന് വിചാരിക്കുക. ഇനി ഈ പാലത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് കക്കാട് ഓവർപാസും കഴിഞ്ഞ് തങ്ങൾപ്പടി എത്തുന്നത് വരെ 6 വരിയുടെ ടാറിംഗ് വർക്ക് ഇതുവരെ ആയിട്ടില്ല കേട്ടോ. കക്കാട് ഓവർപാസ് അതിൻ്റെ 2 ഭാഗവും താഴ്ചയിൽ 6 വരിക്ക് ലെവലാക്കി അടിപ്പാത മണ്ണ് ലെവലാക്കി കൊണ്ടിരിക്കുന്ന വർക്കുകൾ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് അതിൻ്റെ വർക്കുകൾ നടക്കാനുള്ളത്. അപ്പോൾ മണ്ണ് കമ്പാക്റ്റിങ് മെറ്റിട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ച എത്രത്തോളമാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ തുടക്ക ഭാഗത്ത് ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് 6 വരിക്ക് സൈഡ് ഭാഗം കട്ട് ചെയ്ത് താഴ്ത്തി ഇറക്കുകയാണ്. ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ ഒരു 90% കംപ്ലീറ്റ് ചെയ്ത് കുറഞ്ഞ ഭാഗങ്ങളും ഇനിയും അതിൻ്റെ വർക്ക് നടക്കാനുണ്ട് കേട്ടോ. അതുപോലെ ഓവർപാസ് കഴിഞ്ഞാൽ അവിടുന്ന് തുടക്ക ഭാഗത്തിലും ഇതുപോലെ തന്നെ ചുമരിൻ്റെ സിമെൻറ്റിൻ്റെ വർക്കുകൾ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ച് ചുമര് ഓൾസിട്ട് ഒരു 4 മീറ്റർ നീളമുള്ള കമ്പിയൊക്കെ അടിച്ച് കയറ്റിയതിനു ശേഷം സ്പ്രേ വർക്കുകൾ നെറ്റടിച്ച് വരുന്ന വർക്കുകളൊക്കെ ആ ഒരു ഏരിയയിലും കുറഞ്ഞ ഭാഗങ്ങളൊക്കെ നടക്കാറുണ്ട്. അതുപോലെ ഇനി റോഡിന് അടിപ്പാതയുടെ വർക്ക് പലയിടത്തും ഇനി മണ്ണ് ലെവലാക്കി വരാനുണ്ട്. കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് അതിൻ്റെ വർക്ക് ആയിട്ടുള്ളൂ. അതുപോലെ കരിമ്പിൽ കഴിഞ്ഞാൽ കോയിച്ചവന് വരെ 6 വരി പാതയുടെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച മുന്നേ നമ്മൾ ഒരുപാട് പ്രാവശ്യങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ ഫൈനൽ ടാറിംഗ് വർക്കുകളൊക്കെ നടക്കുകയാണ്. അതിൽ ഏകദേശം പൂക്കിപ്പറമ്പ് ആ ഏരിയയിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനുള്ളത്. അങ്ങനെ നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഒരു 3 ലൈൻ്റെ ഈ ഒരു ഭാഗം ഈ വാഹനങ്ങളൊക്കെ ടോറൽ ലോറി നിർത്തി ഈ ഏരിയയൊക്കെ മണ്ണ് കമ്പാക്റ്റിംഗ് ഒക്കെ ചെയ്തൊരു ഭാഗമാണ്. അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും 2 സൈഡിലെ ചുമരിൻ്റെ വർക്കുകളും കൈവരിക്കൊപ്പിച്ച് അതിൻ്റെ താഴ്ഭാഗത്ത് ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ അവിടെ ഒരു കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ്. നമുക്കറിയാം കക്കാടിൽ നിന്നും താഴെ പെട്രോളിൻ്റെ ആ ഭാഗം വരെ അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങളത് പോയി പോകുമ്പോൾ ഇടിഞ്ഞ് വീഴാണ്. വളരെ സോഫ്റ്റ് ഒരു ഏരിയ അതുകൊണ്ട് തന്നെ അവിടെ ചുമരിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടും ഇടിഞ്ഞ് വീണ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന് ശേഷം ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടി വീണ്ടും സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് സ്പ്രേ വർക്കുകൾ ഒന്നുകൂടി തിക്നെസ്സിൽ രണ്ടാമത് സെറ്റ് ചെയ്യുക കേട്ടോ ആ ഭാഗമൊക്കെ. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത് പോലെ അവിടെയൊക്കെ ഇനി കൈവരി വെക്കാണ്ട്. കൈവരി വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പിച്ച് തന്നെ നല്ല കട്ടിയിൽ വീണ്ടും കോൺക്രീറ്റ് വർക്കൊക്കെ ഇപ്പോൾ ഇവിടുന്ന് കക്കാട് ഓവർപാസ് കഴിഞ്ഞ ആ ഭാഗത്തും അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ഭാഗത്തും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമുക്കിവിടെ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ സുഹൃത്തുക്കളെ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ നമുക്ക് പോകാൻ കഴിയില്ല. അവിടെയൊക്കെ ചളി കെട്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ മുകൾ ഭാഗത്തേക്ക് കയറും. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് എത്രത്തോളമാണ് ഓവർപാസിൻ്റെ അടിയിൽ വരെ നമുക്ക് പോകാൻ പറ്റും ആ ഏരിയ വരെ ഒന്ന് പോയതിന് ശേഷം തിരിച്ച് നേരെ അതിൻ്റെ മുകൾ ഭാഗത്ത് സർവീസിനോട് കടന്ന് ഓവർപാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് ഈ ഏരിയയിലേക്കും ആ ഏരിയയിലേക്ക് വീടെടുത്തൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസ് വരെ ഏകദേശം 6 വരിയിൽ അടിപ്പാതയുടെ മണ്ണൊക്കെ ലെവലായി വന്നിട്ടുണ്ട്. ഇവിടെ ഡിവൈഡറുകൾ ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള അവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഡിവൈഡറൊക്കെ താഴേക്ക് വെച്ചതാണ്. അവിടെ കൈവരിൻ്റെ വർക്കുകൾ ഇരുവശത്തും കഴിഞ്ഞതും നമുക്ക് കാണാം. അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ അടിപ്പാതയിൽ നമുക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ കക്കാട് ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടുള്ള വർക്കുകളും അവിടുന്ന് കരിമ്പിൽ ഭാഗത്തേക്കുള്ള വർക്കുകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ചളിയാണല്ലേ, ഇത്രയും ചളി ഉള്ളതുകൊണ്ട് നമുക്ക് ബൈക്കയിൽ ഓടിച്ച് പോകാൻ കഴിയില്ല. കക്കാട് ഈ ഓവർപാസിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നമുക്ക് തങ്ങൾപ്പടി ഭാഗത്തുനിന്ന് ചുറ്റിക്കറങ്ങി ഇതിൻ്റെ അടിയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് വീഡിയോകളൊക്കെ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പുതിയ വർക്ക് കഴിഞ്ഞ ആ ഏരിയ ഒക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കാണിച്ചതിന് ശേഷം ഓവർപാസിൻ്റെ മുകളിൽ നിന്നും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഏറ്റവും റോഡിൻ്റെ പുതിയ വർക്ക് കഴിഞ്ഞ ഏരിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ സർവീസ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ട്
കക്കാട് പനമ്പുഴപ്പാലത്തിൻ്റെ ആ ഏരിയയും അതുപോലെ തന്നെ താഴ്ഭാഗം എത്രത്തോളം താഴ്ചയിലാണ് ആറുവരിപ്പാത ഇവിടുന്ന് കടന്നു പോകുന്നതൊക്കെ വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണാം. ഇവിടെ നേരെ ഓപ്പോസിറ്റിൽ പെട്രോൾ പമ്പ് കാണാം, അതുപോലെ കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയ കാണാം. ഈ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കൂരിയാട് ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇനി മണ്ണെടുത്ത് പോകാനുണ്ട്. ഓവർപാസിൻ്റെ നേരെ തായ് ഭാഗത്തുണ്ടോ, ഓവർപാസിന് മുകളിലെ മെയിൻ സ്ലാബും വാർപ്പും ടാറിംഗ് വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. അതുപോലെ ഡിവൈഡറിൻ്റെ വർക്കുകളും ബാരിയറിൻ്റെ വർക്കുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടുന്ന് കരിമ്പിൽ, തങ്ങൾപ്പടി കരിമ്പിൽ ഈ സൈഡിലും ഇവിടുന്ന് കുറഞ്ഞൊരു ഭാഗം ഇനി ടാറിംഗ് വർക്ക് നടക്കാനുണ്ട്. അവിടുന്ന് അങ്ങോട്ട് തങ്ങൾപ്പടി കക്കാട് ഭാഗത്തേക്കുള്ള ടാറിംഗ് വർക്ക് ഏകദേശമായ ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് ഇവിടുന്ന്. ഇപ്പം നമ്മളിവിടെ താഴെ നിന്നുള്ള ആ ഒരു വ്യൂ ആട്ടോ, നമ്മൾ തങ്ങൾപ്പടി ചുറ്റി കറങ്ങി ഇവിടെ എത്തി. ഇവിടെ നിന്നുള്ള ആ ഒരു വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നിൽക്കുന്ന ആ ആളിപ്പോൾ കയറി പോകണ്ടല്ലോ, ആ ഏരിയയിൽ നിന്നൊക്കെ ഇനി രണ്ട് സൈഡിലും താഴ്ചയിൽ ഇതുപോലെ ഓവർപാസിൻ്റെ ആ ഭാഗവും ഈ ഒരു ഭാഗവും മണ്ണ് ആറുവരിക്ക് ലെവലാക്കി കട്ട് ചെയ്ത് താഴ്ചയിൽ എടുത്ത് വരാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആറുവരിപ്പാതയുടെ വർക്ക് നടക്കണം, ടാറിംഗ് വർക്കുകൾ നടക്കണം. ഈ മണ്ണൊക്കെ ഇവിടെ നിന്ന് കയറ്റി ഇവിടെ ലെവലാക്കി കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയക്കുള്ളൊരു ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് കഴിഞ്ഞത് രണ്ട് സൈഡിലെ ചുമരിൻ്റെ സിമെൻ്റ് ഇട്ട് പോകുന്ന വർക്കുകളും കൈവരിൻ്റെ വർക്കുകൾ, അതുപോലെ തന്നെ മുകളിൽ ഇപ്പോൾ കൈവരി ഒടിപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ ആ ഒരു ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തിരിച്ചപ്പോൾ ഓവർപാസിൻ്റെ അക്കാട് ഓവർപാസിൻ്റെ ഏരിയയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കുകളും ഇരുവശത്തെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നീട് ഇനി സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്ന വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ മണ്ണൊക്കെ ഇവിടുന്ന് ഈ സൈഡൊക്കെ കട്ട് ചെയ്തിറക്കിയ ഉള്ള മണ്ണുകളാണ്. ഇതൊക്കെ ഇവിടുന്ന് ടോറസിൽ മറ്റു ഭാഗങ്ങളെ കൊണ്ടുപോയി ഇടുന്നതോടെ ഇവിടെ മെറ്റലിട്ട് വരിക, ടാറിംഗ് വർക്കൊക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ തങ്ങൾപ്പടി ആലുംചൂട് ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഈ കൈവരിനൊപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളാണ്. അതുപോലെ അവ ഭാഗത്തേക്ക് വാഹനങ്ങൾ വീഴാതിരിക്കാനൊക്കെ ഈ അടിയിലെ ഡിവൈഡറുകളൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഉയർത്തി വെക്കുകയാണ്. അപ്പോൾ ആ ഒരു വർക്ക് കുറഞ്ഞ നേരം കാണിച്ചിട്ട് കരിമ്പിൽ ആലുംചൂട് മുതൽ കരിമ്പിൽ അണ്ടർപാസ് അതിൻ്റെ മുന്നേ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ ആ ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞൊരു വീഡിയോ കാണിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ടാറിംഗ് ചെയ്യണം, അതായത് ഫൈനൽ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആ വീഡിയോകളൊക്കെ ആയിരുന്നു കാണിച്ചിരുന്നത്. അത് പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും പുതിയ ഒരു വീഡിയോ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ താഴെയുള്ള ഡിവൈഡറുകളൊക്കെ ഇപ്പോൾ ആ ഭാഗത്ത് കോൺക്രീറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ അത് വരുമ്പോൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അവിടെ ഇപ്പോൾ ഡിവൈഡറുകൾ ഇങ്ങനെ വരിയായിട്ട് വെച്ച് പോകുന്നത് കണ്ടില്ലേ. ഇതുപോലെ സൈഡ് ഷീറ്റൊക്കെ അടിച്ച് കോൺക്രീറ്റ് വർക്കുകൾ നടക്കുകയാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ട ഒരു ഏരിയ ഞങ്ങളെ കാണിക്കാം. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞ ഏരിയകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ആലിൻചൂട് ഭാഗത്ത് നിന്ന് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയിൽ ഇങ്ങനെ കടന്ന് പൂക്കിപ്പറമ്പ് കോയിച്ചന ഓവർപാസിൻ്റെ ആ ഭാഗം വരെ എത്താം. ഇപ്പോൾ നമ്മൾ കാണിച്ചതിന് നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ നമുക്ക് കൈവരിൻ്റെ ഈ ഭാഗത്ത് സൈഡിൽ ഷീറ്റ് അടിച്ച് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് ആ ഏരിയ ആയിട്ടാണ് നമ്മൾ കാണുന്നത് കണ്ടിങ്ങൾ. അപ്പോൾ ഞാൻ പലകൊക്കെ നീക്കി കഴിഞ്ഞാൽ ആ കട്ടിങ് കോൺക്രീറ്റ് ആ ഏരിയയും നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഓവർപാസിൻ്റെ എല്ലാ മുകളിലും കൈവരി വെച്ചതിൻ്റെ നേരെ താഴെ ഇതുപോലെ കോൺക്രീറ്റ് എല്ലായിടത്തും നടക്കും. അതിൻ്റെ വർക്കുകളെ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നമ്മുടെ സർവീസ് റോഡിന് അതിനോട് ഒപ്പിച്ചുള്ള മറ്റു വർക്കുകളൊക്കെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് റോഡ് ഒന്നുകൂടെ ഒന്ന് വീതി കൂടിയമായിട്ട് നമുക്ക് തോന്നാം. ഇതാണ്ടോ തങ്ങൾപ്പടി പെട്രോൾ പമ്പ്, കൂളത്ത് പെട്രോൾ പമ്പ് തുറക്കാതെ കിടന്നിട്ട് കുറേ ദിവസമായി. അതുപോലെ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുന്നതോടെ പലയിടത്തും ഇപ്പോഴും ഡ്രെയിനേജ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മെയിൻ റോഡിലൂടെ വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർവീസിന് വളരെ തുച്ഛമായ വാഹനങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ തങ്ങൾപ്പടി കഴിഞ്ഞ് ഇതിന് നേരെ റൈറ്റ് സൈഡിലാണ് ചെറുമുക്ക് ഭാഗത്തേക്കുള്ള റോഡ്. നേരെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ വീഡിയോ തിരിച്ചാൽ ക്ഷമ തട്ടുകട കാണാം. അപ്പോൾ ഇവിടെ നെയ്റോഷ്ടങ്ങളിലെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അതും കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇനി അടിപൊളി കിടിലം 6 വരിപ്പാതയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയിൽ കൂടെയുള്ള യാത്രയാണ്. പൂക്കിപ്പറമ്പ് കോയിച്ചന ഓവർപാസിന് എത്തുന്നത് വരെ ഫൈനൽ ടാറിംഗ് വർക്ക് ഏകദേശം 40% അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പുതിയ 6 വരിയുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആ കാഴ്ചയും കണ്ട് നമുക്ക് പറഞ്ഞതുപോലെ കോയിച്ചന ഓവർപാസിന്റെ KNRCL ഓഫീസിന്റെ ആ ഭാഗം വരെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഞാൻ 2 ദിവസം മുമ്പ് ഇവിടുത്തെ ടാറിംഗ് ചെയ്യുന്ന വർക്കുകളൊക്കെ ഞാൻ ഇവിടെ നിന്നായിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പോൾ ആ ഫൈനൽ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു ഏരിയ നമ്മൾ കാണുന്നത് കരിമ്പിലങ്ങാടിയിൽ സെൻറ്ററിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും കക്കാട് ഓവർപാസിന്റെ ആ ഏരിയയും കാച്ചടി കരിമ്പിൽ അണ്ടർപാസിന്റെ ആ ഏരിയ ഒക്കെ ഞാനൊന്ന് നിർത്തിയിട്ട് അതിന്റെ മുകളിൽ പോയിട്ടൊന്ന് കാണിക്കട്ടോ. അവിടുത്തെ 2 ഭാഗത്തെ ക്രാഷ് ബാരിയറിന്റെ വർക്ക്, സെൻറ്ററിലത്തെ ഡിവൈഡറിന്റെ വർക്കുകൾ,
ഇതിൻ്റെ മുകളിലുണ്ടായ ഊസ് കട്ട് ചെയ്ത് അതിൻ്റെ തേപ്പ് വർക്കുകളും ഇരുവശത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളും ഡ്രെയിനേജിൻ്റെ വർക്കുകൾ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടോ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ 4ാം ഫ്ലോറിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കക്കാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കരിമ്പിൽ ചുള്ളിപ്പാറ റോഡ്, കരിമ്പിൽ അണ്ടർപാസ്, ജുമാഅത്ത് പള്ളിൻ്റെ ആ ഭാഗത്ത് കരിമ്പിൽ അണ്ടർപാസിൻ്റെ ആ ഏരിയ വരെ 6 വരിയുടെ ടാറിംഗ് വർക്ക്, ഫൈനൽ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമുള്ള ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടുന്ന വേഗതയിലാട്ടോ വാഹനങ്ങൾ പോയി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് സൂര്യൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ക്ലിയർ കമ്മിയുണ്ട്. അപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയയും കൂടി ഒന്നുകൂടി കാണിക്കുകയാണ്. അതുപോലെ കരിമ്പിൽ അണ്ടർപാസിൻ്റെ ആ ഏരിയയും കാണിച്ച് നമ്മൾ നേരെ താഴ്ത്തി. അങ്ങനെ ഫൈനൽ ടാറിംഗ് വർക്കും കഴിഞ്ഞ 6 വരിപ്പാതയിലൂടെ വാഹനം ഓടിച്ചു പോകാൻ നല്ല സുഖം കേട്ടോ. ഒരു ഇളക്കമില്ലാതെ ഇങ്ങനെ വളരെ ഫിനിഷിങ് നമ്മൾ വാഹനം ഓടിച്ചു പോകാൻ പറ്റും. ഇവിടെയൊക്കെ നല്ല താഴ്ചയിലായിരുന്നു. അപ്പോൾ 2 ഭാഗത്തും ഏകദേശം ഒരു 10-30ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഇരുവശത്തും ഉയർത്തി വന്നിട്ടുള്ളത്. ഇവിടുന്ന് അണ്ടർപാസ് വരെ, അണ്ടർപാസ് വീണ്ടും ഒന്നുകൂടി ഉയരും. അവിടെ നിന്ന് അങ്ങോട്ട് കാച്ചടിയിൽ ഒരേ ലെവലിലാണ് വന്നിട്ടുള്ളത്. കാച്ചടി, പിന്നെ അവിടുന്ന് കാച്ചടി, കൊടിമരം, പിന്നെ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ഉയർന്നു വരികയാണ്. പൂക്കിപ്പറം അണ്ടർപാസ് നല്ല ഉയരത്തിലാണ്. പിന്നെ വരുന്നത് കോയിച്ചിന് ഓവർപാസ് ആയതുകൊണ്ട് അടിപ്പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടം വരെ ഇപ്പോൾ ഫൈനൽ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയി പല ഭാഗങ്ങളും ഇനി നടക്കാണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ, എന്തൊക്കെ വർക്കുകളാണ് നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇവിടുന്ന് നേരെ റൈറ്റ് സൈഡിൽ ഈ സർവീസ് റോഡിൽ നിന്ന് കയറാനുള്ള കാച്ചടി കഴിഞ്ഞാൽ അങ്ങാടി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റിലാണ് വെന്നിയൂർ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റട്ടോ. ഇവിടെയാണ് അതിലുള്ള ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്താണ് കാച്ചടി കക്കാട് കാച്ചടി ഭാഗത്ത് നിന്ന് വന്ന് സർവീസ് റോഡ് വന്ന് മെയിൻ റോഡിലേക്ക് തൃശ്ശൂർ കോയിച്ചന ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് കൂടെ കടന്നു പോകാനുള്ള എക്സിറ്റ് അവിടെ വൈകിട്ടുള്ളത് അത് പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്താണ്. അങ്ങനെ നമ്മൾ കൊടിമരം അങ്ങാടിയിലെത്തിയിട്ടുണ്ട്. കൊടിമരം അങ്ങാടി ഒന്നും പോകുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ, കാരണം ബിൽഡിങ് കാര്യങ്ങളൊക്കെ പൊളിച്ചു പോയി. കുറേയൊക്കെ ഉള്ളേരിയൊക്കെ ചെറുകിട റോഡിലേക്കാണ് ബിൽഡിങ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇതാണ് കറക്റ്റ് കൊടിമരം അങ്ങാടി. ഇവിടെ ഒരു സൈൻ ബോർഡിനുള്ള കാല് വെച്ചിട്ടുണ്ട്. അങ്ങനെ KNRCLൻ്റെ ഓഫീസാണ് ആ കാണുന്നത്, ലെഫ്റ്റ് ഭാഗം. ഇത് ആദ്യം KNRCLൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു. തുടക്കത്തിൽ അതിൻ്റെ പണികളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ. പിന്നെയാണ് കോയിച്ചന, അതുപോലെ കോയിനൂർ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടത്. അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് പുത്തനത്താണി ആ ഭാഗത്ത്, പൂവഞ്ചിന ആ ഏരിയയിലൊക്കെ ഇതുപോലെ ഉണ്ട്. ഇതാണ് നമ്മളെ പമ്പ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ ആദ്യത്തെ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് കാണാം. അപ്പോൾ ഇവിടെ ഫർണിച്ചർ കട, അങ്ങനെ സൈക്കിൾ ഷോപ്പ്, അപ്പോൾ ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ഈ ചായക്കടയിൽ നിന്ന് കീരൊക്കെ കേട്ടോ. അപ്പോൾ കുറേ അങ്ങോട്ട് പോന്നപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ഈ ചായക്കടയിലെ വിശേഷങ്ങളൊക്കെ അറിയാം. കീരൊക്കെ അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ഇവിടെ വീഡിയോ, നമ്മുടെ റോഡിൻ്റെ വർക്കിൻ്റെ വീഡിയോ നമ്മളെ ചാനൽ കണ്ടു ഉത്തരം കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഞാൻ അതിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കണ്ടോക്കി. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് ഇവിടെ ചായ കുടിക്കാൻ കയറിയപ്പോൾ അദ്ദേഹം വീഡിയോ കണ്ടപ്പോൾ അതൊന്നും എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതും കണ്ട് നമ്മളിവിടെ നിന്ന് ഞങ്ങളുടെ വെന്നിയൂർ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും തായ് ഭാഗത്ത് സർവീസ് റോഡ്, ഇരുവശത്തെ സർവീസ് റോഡിൻ്റെ ആ കാഴ്ചകളും കണ്ട് പൂക്കിപ്പറം അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ ഇപ്പോൾ ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള റോഡ് ക്ലീൻ ചെയ്യുന്ന കംപ്രസറിന് എയറടിച്ച് ക്ലീൻ ചെയ്യുന്ന വർക്കുകളും പൂക്കിപ്പറമ്പല്ല വെന്നിയൂർ അണ്ടർപാസിൻ്റെ അവിടെ അതിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഈ ഡിവൈഡറിൻ്റെ സൈഡിലൊക്കെ ചെറിയ കേബിളൊക്കെ ഇടാനുള്ള അതിനുവേണ്ടി കൊത്തിപ്പൊളിച്ച് ആ ഭാഗത്ത് കേബിൾ ഇട്ട് വരുന്ന വർക്കുകളും ഈ ഒരു ഏരിയയിൽ നടക്കുന്നുണ്ട്. കാരണം ഫൈനൽ ടാറിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ പലയിടത്തും നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി ചാല് കയറാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാല് കയറി വരുന്ന വർക്കുകളും നടക്കുകയാണ്. അപ്പോൾ വെന്നിയൂർ അണ്ടർപാസിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ക്ലീൻ ചെയ്യുന്നതും സർവീസുകളുടെ ഭാഗം, ഇരുവശത്തെ തെന്നല ഭാഗത്തേക്ക് പോകുന്ന റോഡും നേരെ ഓപ്പോസിറ്റിലേക്കുള്ള ആ ഒരു ഏരിയയുടെ സർവീസ് റോഡും ഞാൻ നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. അങ്ങനെ വെന്നിയൂർ അണ്ടർപാസ് നല്ല ഹൈറ്റിലാട്ടോ. ഇവിടെ ഏകദേശം ഒരു 10-60ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് വെന്നിയൂർ അണ്ടർപാസ് വന്നിട്ടുള്ളത്. അപ്പോൾ വലിയൊരു അണ്ടർപാസ്സാണ്. ഇതിൻ്റെ ഗർഡർ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വീഡിയോ രാത്രി 1:30 മണിക്കാണ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. 1:30 മണിക്ക് വന്നെടുത്തിട്ടാണ് ഞാൻ വീഡിയോ അന്ന് നിങ്ങളെ കാണിച്ചിരുന്നത്. അപ്പോൾ ആ റോഡ് ക്ലീൻ ചെയ്യേണ്ട ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കി.
അപ്പോൾ വെന്നിയൂർ അണ്ടർപാസിന്റെ മുകളിൽ നിന്നും സർവീസ് റോഡിന്റെ ഒരു ഭാഗത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. നേരെ ഓപ്പോസിറ്റിൽ തെന്നല തെയ്യാല ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി സൂം ചെയ്ത് ആ അറ്റം വരെ ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. നല്ല വാഹന തിരക്കുള്ളൊരു ഏരിയയാണ് ഈ ഒരു റോഡ്. തെന്നല ഭാഗത്തേക്കുള്ള ഈ വെന്നിയൂർ അങ്ങാടിയുടെ ഒരു മിക്ക കച്ചവട സ്ഥാപനങ്ങളും ഈ ഒരു ഏരിയക്കാണ് മാറിയിട്ടുള്ളത്. അണ്ടർപാസിന് നേരെ താഴെ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെയും ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ആ ഓസൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. വെള്ളം മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് പോകാനുള്ള ഓസുകൾ അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ റോഡിലുള്ള വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങാൻ ഏകദേശം കോയിച്ചന മുതൽ കക്കാട് വരെയുള്ള 6 വരിയുടെ മെയിൻ റോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്കുകളാണ് ഇനി കുറഞ്ഞേരി നടക്കാൻ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. അതോടെ കംപ്ലീറ്റ് ആകുന്നതോടെ സർവീസ് റോഡിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആകും. അപ്പോൾ ഈ ഫൈനൽ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആകാൻ കാത്തു നിൽക്കുകയാണ് ഇനി മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ പോകാൻ. ഡ്രെയിനേജിൻ്റെ വർക്കുകളും സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും ടാറിംഗ് വർക്കുകളും എല്ലാം ഇവിടുന്ന് കോയിച്ചന മുതൽ കക്കാട് വരെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 6 വരിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 3 ലൈനായിട്ടുള്ള വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ വെറും കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ഇനിയുള്ളത്. അങ്ങനെ നമ്മൾ വെന്നിയൂർ അണ്ടർപാസ് കഴിഞ്ഞ് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്ത് മോഡേൺ ഹോസ്പിറ്റൽ. അതിൻ്റെ ഈ ഏരിയയിലൊക്കെ നല്ല താഴ്ചയിൽ മണ്ണെടുത്താണ്. അവിടെയൊക്കെ സൈഡ് കോൺക്രീറ്റിൽ ബാളിലാണ് വന്നിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ കുറഞ്ഞൊരു ഏരിയ താഴ്ചയിൽ മണ്ണെടുത്ത് വന്ന ഏരിയയാണ്. ഇവിടെ റോഡിൻ്റെ സെൻറ്റർ ഡിവൈഡറിൻ്റെ ഈ ഒരു അടിഭാഗം ഇപ്പോൾ ചാല് കീറിപ്പോയിട്ടുണ്ടാവും. നമ്മുടെ കേബിളൊക്കെ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫൈനൽ ടാറിങ് നടക്കുന്നതിന് മുമ്പ് അങ്ങനത്തെ ആ കേബിൾ പരമായുള്ള ബന്ധപ്പെട്ടുള്ളൊക്കെ പണികൾ പൂർത്തീകരിച്ച് അതിൻ്റെ മുകളിൽ ഇനി ടാറിങ് കൂടി കഴിഞ്ഞാൽ ആ ഒരു വർക്കുകളൊക്കെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ കാണാം. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെയും ഫ്രണ്ട് ഭാഗമൊക്കെ എക്സ്കവേറ്റർ പൊളിച്ച് മാറ്റുന്നൊക്കെ ഇവിടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തൊരു പള്ളി വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഒരു ചെറിയ പള്ളീൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ്. അവിടെ ഈ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ് അതിൻ്റെ മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയി. ഇനി ഫൈനൽ ടാറിംഗ് വർക്കിന് മുന്നോടിയായിട്ട് ആ ഗർഡറിൻ്റെ 2 ഭാഗത്തേക്കും ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കമ്പിയൊക്കെ വെച്ച് ബെൽഡ് ചെയ്യുന്ന നമ്മൾ പലയിടത്തും കാണിക്കാറുണ്ട്. ആ ഒരു വർക്ക് അവിടെ ഇപ്പോൾ കൊത്തിപ്പൊളിച്ച് അതിൻ്റെ വർക്കുകളും ഡ്രില്ലിംഗ് വർക്കുകളും വെൽഡിംഗ് വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചയും കാണിച്ച് നമുക്ക് സർവീസ് റോഡ് ഇരുവശവും വെന്നിയൂർ കാണിച്ചതുപോലെ ആ ഭാഗത്തെ ആ വർക്കും കണ്ട് നമുക്ക് കോയിച്ചന KNRCL ഓഫീസിൻ്റെ ആ ഒരു ഏരിയയിലെത്തിയിട്ട് അവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അവിടുന്ന് അങ്ങോട്ടുള്ള എഡ്രിക്കോട് വയഡക്റ്റ് പാലത്തിൻ്റെ വർക്കുകളും ഇപ്പോൾ അതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബ് വാർപ്പ് കഴിഞ്ഞ ശേഷമുള്ള ടാറിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാം. കോയിച്ചന ഓവർപാസിൻ്റെ അവിടുന്ന് എഡ്രിക്കോട് മമ്മാലിപ്പടി വരെയുള്ളൊരു വീഡിയോ. ഇനി ഇവിടുന്ന് പൂക്കിപ്പറമ്പ് എത്തുന്ന മുമ്പായിട്ടാണ് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനുള്ള എക്സിറ്റ്. നേരെ ഓപ്പോസിറ്റിലേക്ക് നോക്കി ഇവിടെ ഇടത് ഭാഗത്തു നിന്നാണ് കോട്ടക്കൽ കോയിച്ചന ഭാഗത്തു നിന്ന് സർവീസ് കൊണ്ട് വന്ന് നമ്മുടെ മെയിൻ റോഡിലേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുക. അതുപോലെ നേരെ ഓപ്പോസിറ്റിലേക്ക് ഇവിടുന്നാണ് കക്കാട് കാച്ചടി വെന്നിയൂർ ഇങ്ങനെ വന്ന് നമ്മുടെ പൂക്കിപ്പറമ്പ് എത്തുമ്പോൾ മെയിൻ റോഡിലേക്ക് കയറി കോയിച്ചന കോട്ടക്കൽ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ്. അപ്പോൾ ഈ 2 ഭാഗത്ത് ഈ ഒരു ഏരിയയിലാണ് എക്സിറ്റ് അതിന് മെയിൻ റോഡിലേക്ക് കയറുള്ള ഒഴിവിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ എത്താറായിട്ടുണ്ടാവും. ഇവിടെയൊക്കെ സൈൻ ബോർഡിൻ്റെ വർക്കും സ്ട്രീറ്റ് ലൈനിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ വെന്നിയൂർ അണ്ടർപാസിൻ്റെ അതേ ഒരു ഹൈറ്റിൽ തന്നെയാണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസും വന്നുള്ളത്. ഏകദേശം ഒരു 10-60ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത്. എത്രത്തോളമാണ് ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ളതൊക്കെ ഒന്നുകൂടി കറക്റ്റ് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് സർവീസ് റോഡ് ആ ഭാഗം കാണിച്ചിട്ട് നമുക്ക് മെയിൻ റോഡ് ഈ അണ്ടർപാസിൻ്റെ മുകളിൽ ഡ്രില്ലിംഗ് ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടത് അതും ഒന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നും നേരെ ലെഫ്റ്റ് ഭാഗത്തെ സർവീസ് റോഡിൻ്റെ ആ ഒരു ഏരിയ കണ്ട് നേരെ ഓപ്പോസിറ്റ് തെന്നല തെയ്യാല ഭാഗത്തേക്ക് പോകുന്ന ആ റോഡും നിങ്ങളെ കാണിക്കാം. അവിടെ ആദ്യം 6 വരെ ടാറിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഡ്രില്ല് ഉപയോഗിച്ച് ഈ ഗർഡറിൻ്റെ 2 ഭാഗം ഒപ്പിച്ച് ടാറിംഗ് ഒക്കെ എടുത്ത് മാറ്റി രണ്ടാമത് കമ്പിയൊക്കെ വെച്ച് വെൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഡ്രില്ലിംഗ് വർക്കുകളും വെൽഡിംഗ് വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടില്ലേ? നീളത്തിലൊരു 1.5 അടി വീതിയിൽ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തു കൊണ്ടുവരാം കേട്ടോ. പിന്നീട് ഇവിടെ ഒരു ചാനലൊക്കെ വെച്ച് അതൊക്കെ വെൽഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കി പിന്നീട് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ഒരു ഫൈനൽ ടാറിംഗ് വർക്കും കൂടി കംപ്ലീറ്റ് ആവുന്നതോടെ ഇതിൻ്റെ വർക്കുകൾ കാണുമ്പോൾ നമ്മൾ പലയിടത്തുനിന്നും ഈ വർക്ക് ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൂക്കിപ്പറമ്പ് വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ.
ഇനി ഞാൻ നേരെ ഓപ്പോസിറ്റിൽ സർവീസ് കൊണ്ട് ആ ഒരു കാഴ്ചയും കാണിച്ച് നമ്മൾ കോയിച്ചന ഭാഗത്തേക്ക് പോകാം. ഗായ്സ്, കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ അവിടെ നിന്ന് കക്കാട് ഓവർപാസ്, തങ്ങൾപ്പടി കരുമ്പിൽ കാച്ചടി അണ്ടർപാസ്, വെന്നീർ അണ്ടർപാസ്, പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ഏറ്റവും പുതിയ വർക്കിൻ്റെ കാഴ്ചകളും കണ്ട് നമ്മൾ കോയിച്ചനത്തിന് മുമ്പായിട്ട് KNRCL ഓഫീസിൻ്റെ ഇവിടെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കഴിവിൻ്റെ പരമാവധി മറ്റു വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, ഇൻഷാ അല്ലാഹ്.